വികസന പ്രവർത്തനങ്ങളിൽ മല്ലപ്പള്ളിയെ അവഗണിക്കുന്നുവെന്ന ഡിവൈഎഫ്ഐയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആന്റോ ആന്റണി എംപി പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പൊതുവെയും മല്ലപ്പള്ളി താലൂക്കിനെ പ്രത്യേകിച്ചും എംപി അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പ്രക്ഷോഭത്തോട് പ്രതികരിക്കുകയായിരുന്നു ആന്റോ ആന്റണി. ആന്റോ ആന്റണി എംപി നിയോജക മണ്ഡലത്തോടും മല്ലപ്പള്ളിയോടും അവഗണന കാട്ടുന്നതെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐ മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. എംപിയുടെ അവഗണനയ്ക്കെതിരെ ഈ മാസം 6-ാം തീയതി പത്തനംതിട്ടയിലെ എംപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു എംപിയുടെ മറുപടി. തനിക്കെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെയും തിരുവല്ല നിയോജക മണ്ഡലത്തിലെയും പ്രവർത്തനങ്ങൾക്ക് താൻ വേണ്ട പരിഗണന നൽകിയിട്ടുണ്ടെന്നും എംപി പറഞ്ഞു. വികസന കാര്യത്തിൽ ഇതിന് ഞാൻ ഇപ്പോൾ എംപി ആയിട്ട് 4 വർഷക്കാലമായി. ഇതിനു മുമ്പുള്ള 5 വർഷക്കാലം നിങ്ങൾ താരതമ്യം ചെയ്യണം. ആയിട്ട് ഇവിടെ നടന്ന വികസന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ടുകൾ, വിവിധങ്ങളായ സ്കീമുകൾ ഇതെല്ലാം ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ അച്ചടിച്ച് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ അവസരമുണ്ട്. ഇടത് എംപിമാർ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന സമയത്തെ വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്തു വേണം തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതെന്നും ആന്റോ ആന്റണി എംപി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പങ്കെടുക്കാനിരുന്ന വേദിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയത് സംഘർഷത്തിനിടയാക്കി. പ്രസ് ക്ലബിനു സമീപം കൺസ്യൂമർ ഫെഡിന്റെ ഓണം റംസാൻ വിപണനമേള ഉദ്ഘാടനം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി എത്തുമെന്നറിഞ്ഞ് 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു. പ്രവർത്തകരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. പ്രകോപിതരായ പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. അകലക്കുന്നം പഞ്ചായത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാപകമായി കൃഷിയും നശിച്ചു. അകലക്കുന്നം പഞ്ചായത്തിൽ വ്യാഴാഴ്ച രാത്രി ആഞ്ഞുവീശിയ കാറ്റിന്റെ ആഘാതത്തിൽ നിന്നും പ്രദേശവാസികൾ മോചിതമാകുന്നതിന് മുന്നേ വെള്ളിയാഴ്ച പകൽ വീണ്ടും കാറ്റടിച്ചു. ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രാവിലെ 11 മണിയോടെ വീശിയ കാറ്റിൽ ചെങ്ങളം കൊച്ചക്കര മാത്യുവിന്റെ വീട് പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റിൽ വീടിന്റെ ചിമ്മിനിയും പാരപ്പറ്റും നിലം പൊത്തി. ഷീറ്റ് ഘടിപ്പിച്ച ഇരുമ്പ് ഗട്ടറുകൾ ഒടിഞ്ഞ് നാമാവശേഷമായി. അവശേഷിക്കുന്ന ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട്. IAY പദ്ധതി പ്രകാരം ലഭിച്ച തുക കൊണ്ട് പണിത വീടാണ് നഷ്ടപ്പെട്ടതെന്ന് മാത്യുവിന്റെ മകൻ ജസ്റ്റിൻ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് IAY പദ്ധതി പ്രകാരം കിട്ടിയ വിലയാണ്. പെട്ടെന്ന് കാറ്റ് വീശി പെരയുടെ ഓടും ഷീറ്റും ഇതെല്ലാം കൂടെ പറന്നുപോയി. ചെമ്മിനി സഹിതമാണ് പോയത്. ഇനി ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലേ ജീവിക്കാൻ ഇനി നിർവാഹമുള്ളൂ. ചെങ്ങളം കുരിശുപള്ളിക്ക് സമീപം കൊച്ചക്കരയിൽ ജോൺ മത്തായുടെ വീടിനും നാശനഷ്ടമുണ്ടായി. വീടിന്റെ ഷീറ്റുകൾ മേൽക്കൂരയിൽ നിന്ന് തെന്നിമാറി. ഓടുകൾ കാറ്റത്ത് പറന്ന് നഷ്ടമായിട്ടുണ്ട്. വീടിന്റെ ഭിത്തിയിൽ വിള്ളലുകൾ വീണ് ബലക്ഷയം സംഭവിച്ചു. 10-ാം വാർഡിലെ ഐക്യരത്തകടിയിൽ AK ശ്രീധരന്റെ വീടിന് മുകളിൽ മരം വീണ് പിൻവശം ഭാഗികമായി തകർന്നു. പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മണിമല ഗ്രാമപഞ്ചായത്ത് വികലാംഗർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഡോക്ടർ N ജയരാജ് MLA നിർവഹിച്ചു. 2013-2014 ജനകീയാസൂത്രണ പദ്ധതിയിൽ വികലാംഗക്ഷേമ വികസനം ലക്ഷ്യമിട്ടാണ് മണിമല ഗ്രാമപഞ്ചായത്ത് ഇക്കുറി സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. മഹീന്ദ്ര കമ്പനിയുടെ 60,000 രൂപ വില വരുന്ന 13ഓളം സ്കൂട്ടറുകൾ അർഹരായവർക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിതരണം ചെയ്തു. വികലാംഗ ക്ഷേമ പദ്ധതികൾ ഭാവനാപൂർണമായി വിനിയോഗിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞതായി കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജ് പറഞ്ഞു. പലപ്പോഴും ഞാൻ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുമ്പോൾ വിമർശനാത്മകമായി പറയുന്നതല്ല, പലപ്പോഴും ഭാവനാപൂർണമല്ലാത്ത പദ്ധതികൾ പ്രത്യേകിച്ച് വികലാംഗക്ഷേമ പ്രവർത്തനങ്ങളുമായി പലപ്പോഴും നടപ്പാക്കുന്നത് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വികലാംഗക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും ചെലവഴിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ. പക്ഷെ ഇവിടെ മണിമല ഗ്രാമപഞ്ചായത്ത് കാരണം നമുക്കറിയാം ഏറ്റവും ഭാവനാപൂർണമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണിക്കുട്ടി അഴകമ്പ്രയിൽ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിതെളിക്കുന്ന ഒട്ടേറെ കർമ്മ പദ്ധതികൾ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുമെന്ന് സണ്ണിക്കുട്ടി അഴകമ്പ്രയിൽ പറഞ്ഞു. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അവശത അനുഭവപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ വീടിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മാനസികമായി തന്നെ നമ്മളൊരു ആ തരത്തിലൊരു അധപ്പതനം അല്ലെ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായി പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇവര് സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. സമൂഹത്തിലെ മുൻനിരയിലെ നമുക്കുള്ളതുപോലെ തന്നെ എല്ലാ അവകാശ ആനുകൂല്യങ്ങളുമുള്ള ആളുകളാണ്. അപ്പോൾ അവരെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ ഉള്ള ഒരു പദ്ധതി എന്ന നിലയിലാണ് നമ്മൾ ഇവർക്ക് മുച്ചക്കര സ്കൂട്ടർ നൽകുവാനുള്ള പദ്ധതികളെ നമ്മൾ വിഭാവനം ചെയ്തത്.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PG പ്രകാശ്, ത്രേസ്യ മേട്ടിയവര, വൈസ് പ്രസിഡന്റ് മേഴ്സി മാത്യു, ബേബിച്ചൻ മുളങ്ങാശ്ശേരി, P പുഷ്പകുമാരി, റോസ്ലി ജോസ്, ഷക്കീല സലീം, വിനോദ് ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് ശേഷം വികലാംഗർക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്കൂട്ടർ ഓടിച്ചു നോക്കണമെന്ന കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജിന്റെ ആഗ്രഹം സംഘാടകർ സഫലമാക്കി. ഇത് തന്റെ കന്നിയാത്രയാണെന്ന് ഓർമ്മിപ്പിക്കാനും ഡോക്ടർ N ജയരാജ് മറന്നില്ല. ന്യൂസ് ബ്യൂറോ, മണിമല. പഞ്ചായത്തുകളിൽ നിന്ന് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരിൽ കിടപ്പ് രോഗികളായവർക്ക് വീട്ടിൽ പോയി ആധാർ കാർഡിന്റെ ഫോട്ടോ എടുക്കലിന്റെ ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ ചിറക്കടവ് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ N ജയരാജ് MLA ഉദ്ഘാടനം ചെയ്യും. സ്വപരിശ്രമത്തിലൂടെ കാർട്ടൂൺ രംഗത്ത് ശ്രദ്ധേയനായ ബിജോയിയുടെ കാർട്ടൂൺ പ്രദർശനം ശ്രദ്ധേയമായി. മല്ലപ്പള്ളി ലൈബ്രറി ഹാളിൽ ആന്റണി MP പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മല്ലപ്പള്ളി ചെങ്ങരൂർ സ്വദേശിയായ ബിജോയ്ക്ക് ജോലി ഒരിക്കലും ബോറടിക്കാറില്ല. പുലർച്ചെ 5-ന് തുടങ്ങുന്ന ജോലി രാത്രി 10 മണി വരെ നീളും. പത്രവിതരണം, സെയിൽസ്മാൻ, ആർട്ടിസ്റ്റ്, കാർട്ടൂണിസ്റ്റ് എന്നിങ്ങനെ വിവിധ ജോലികളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മല്ലപ്പള്ളി സ്വദേശികൾക്ക് സുപരിചിതനാണ് ബിജോയ്. പുലർച്ചെ 150ഓളം വീടുകളിൽ പത്രമെത്തിച്ച ശേഷം രാവിലെ 8 മണിയോടെ മല്ലപ്പള്ളി തോംസൺ ബുക്ക് സ്റ്റാളിൽ എത്തും. ഇവിടെ സെയിൽസ്മാനാണ് ഇദ്ദേഹം. ഇതിനിടെ സമയം കണ്ടെത്തി ഫ്ലെക്സ് ബോർഡുകൾ, നമ്പർ പ്ലേറ്റുകൾ, സ്റ്റിക്കറുകൾ എന്നിവയുടെ ജോലിയും ചെയ്യും. ചിത്രരചന പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ല. പത്രത്താളുകളിലെ കാർട്ടൂണുകൾ കണ്ടുപഠിച്ചാണ് കാർട്ടൂൺ രംഗത്തേക്ക് എത്തുന്നത്. ചെറുപ്പത്തിലോട്ട് ചിത്രത്തിലോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മറ്റേ പഠന കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ കാരണം നമുക്ക് പഠിക്കാൻ ചിത്രകല അഭ്യസിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ലായിരുന്നു. പിന്നീട് വീണ്ടും നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ഈ കാർട്ടൂണിലൊക്കെ നല്ലപോലെ നോക്കി വീക്ഷിച്ച് തന്നൊക്കെ സ്കെച്ച് ചെയ്ത് വരച്ച് വന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രദീപികയിലാണ് ആദ്യമായി ബിജോയുടെ കാർട്ടൂണുകൾ അച്ചടിച്ചു വരുന്നത്. ഇപ്പോൾ രാഷ്ട്രദീപികയിലെ കാർട്ടൂൺ സ്കോപ്പിൽ അംഗമാണ് ഇദ്ദേഹം. ബിജോയുടെ കാർട്ടൂണുകൾ ചേർത്ത് താലൂക്ക് ലൈബ്രറി കൌൺസിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനം ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. ഹോൾഡ് ബൈറ്റ് കാർട്ടൂണുകൾ ചേർത്ത് പുസ്തകം തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലൈബ്രറി കൌൺസിൽ. ചെങ്ങരൂർ കാഞ്ഞിരത്തിങ്കൽ മേലേക്കൂറ്റ് ബേബിയുടെയും ആലീസിന്റെയും മകനാണ് ബിജോയ്. പ്രദർശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലും പ്രകടനം നടത്തി. കോട്ടയത്ത് കളക്ടറേറ്റിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രകടനം പ്രസ് ക്ലബിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഏറ്റുമാനൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബഷീർ ഇല്ലിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നിയോജകമണ്ഡലം പ്രസിഡന്റ് നവാസ് കോട്ടയം, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ അലിയാർ, ജില്ലാ സെക്രട്ടറി നാസർ കുമ്മനം തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളിയിൽ SDPI മണ്ഡലം കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച പ്രകടനം പേട്ടക്കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആലപ്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VA ഷാജഹാൻ, അലി അക്ബർ, തമ്പി കൂവപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായി മെഗാലോക് അദാലത്തും മെഡിക്കൽ ക്യാമ്പും നടത്തുന്നു. ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കുന്നതിനുള്ള പരാതികൾ ഈ മാസം 11-ാം തീയതി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ കാളകെട്ടി ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റ്, കോരുത്തോട് CKM ഹൈസ്കൂൾ, പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, കൊമ്പുകുത്തി ഗവൺമെന്റ് UP സ്കൂൾ, എരുത്താപ്പുഴ കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ പരാതികൾ സ്വീകരിക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ V സതീഷ് കുമാർ അറിയിച്ചു. എലിക്കുളം പഞ്ചായത്തിലെ 5-ാം മൈലിൽ തറപ്പേൽ പുരയിടത്തിലെ കുറ്റിക്കാട്ടിൽ നിന്നും നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടി. വീട് നിർമ്മിക്കുന്നതിന് സ്ഥലം ഒരുക്കുന്ന തൊഴിലാളികളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. പെരുമ്പാമ്പിന് 8 അടി നീളവും 40 കിലോ തൂക്കവും വരും. പൊൻകുന്നത്തു നിന്നും പോലീസ് സംഘം സ്ഥലത്തെത്തി. സംഗീതാചാര്യൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ നിര്യാണത്തിൽ പൊൻകുന്നം കലാക്ഷേത്ര യോഗം അനുശോചിച്ചു. M വൈദ്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ K രാജേന്ദ്രൻ, MJ ജോസഫ്, അന്നമ്മ എബ്രഹാം, MR രമണി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റംസാൻ ഓണാഘോഷങ്ങളെ ആശങ്കയിലാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിലവർദ്ധനവ്. സബ്സിഡി നിരക്ക് വൻതോതിൽ വെട്ടിക്കുറച്ചു. വിലവർദ്ധനവ് 32% വരെ. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഘടകകക്ഷികളുടെ മേൽ കെട്ടിവെക്കേണ്ടെന്ന KM മാണി. മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ചെന്ന് PC ജോർജ്. ഘടകകക്ഷികളുടെ നിലപാടിൽ രാഷ്ട്രീയ മര്യാദയില്ലെന്ന് I ഗ്രൂപ്പ്. സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിൽ ഗവർണർ ഇടപെടണമെന്ന NCP. സർക്കാർ ചീഫ് മന്ത്രിമാരെ കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമെന്ന് CPI. LDFന്റെ രാപകൽ സമരം അന്ത്യഘട്ടത്തിലേക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.